ഹായ്, നമസ്കാരം. നമ്മളുടെ നാവികസേനയ്ക്ക് ശക്തി പകരുവാനായി നമ്മൾ റഫേൽ വീണ്ടും 26 ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത്. അടുത്ത മാസത്തോടുകൂടി കരാറിൽ ഒപ്പിടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് നടത്തിയ പത്രസമ്മേളനത്തിലാണിത് അറിയിച്ചത്. ഇന്ത്യൻ ഓഷ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പവർഫുള്ളായിട്ടുള്ള നേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നേവി തന്നെയാണ്. ചൈനയ്ക്ക് ഇന്ത്യൻ ഓഷ്യനിൽ വലിയ സ്വാധീനമില്ല. സ്വാധീനം കൂടുതലായിട്ടുള്ളത് ഇന്ത്യൻ നേവിക്കാണ്. അപ്പം ചൈന ഇന്ത്യൻ ഓഷ്യനിലും അതുപോലെ തന്നെ ഇന്ത്യ പസഫിക് റീജിയനിലൊക്കെ പസഫിക് ഓഷ്യനിലൊക്കെ ചൈനയുടെ സ്വാധീനം അവർ കൂട്ടുകയും അവരുടെ മിലിറ്ററി പ്രസൻസിൻ്റെ ഒരു പവർ പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ആ പവർ പ്രൊജക്ഷനൊക്കെ അവർ തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ ഓഷ്യൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. ഇന്ത്യൻ ഓഷ്യനിൽ നമ്മുടെ സ്വാധീനം വളരെ കൂടുതലാണ്. അപ്പം ചൈനയ്ക്ക് അവിടെ ഒരു മുൻകൈ കിട്ടുന്നതിൽ നിന്നും തടയുക എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലക്ഷ്യം കൂടാണ്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി കൂട്ടുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ തീർച്ചയായിട്ടും വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും അതിനുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ 26 റഫേൽ മറൈൻ ജെറ്റ്സ് എന്ന് പറയും, അതായത് നേവിക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നേവിക്ക് വേണ്ടിയുള്ള, നമ്മൾ നേരത്തെ എയർഫോഴ്സിന് വേണ്ടി നമ്മൾ 36 എങ്ങാണ്ട് മേടിച്ചെന്ന് തോന്നുന്നു അല്ലേ, 36 എന്ന് തോന്നുന്നു നമ്പർ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വേർഷനാണ് നേവൽ വേർഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറൈൻ വേർഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഏകദേശം അടുത്ത മാസത്തോളം നമുക്ക് കരാറിൽ ഒപ്പിടാൻ സാധിക്കുകയും അതുപോലെ തന്നെ നേവൽ ചീഫ് പറഞ്ഞതനുസരിച്ച് ഇത് ഗവൺമെൻറ് ഡീലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇത് 2023 ജൂലൈയിലാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഈ പറഞ്ഞ ഇതിനു വേണ്ടിയുള്ളൊരു അപ്രൂവൽ, ഇത് വാങ്ങിക്കാൻ വേണ്ടിയുള്ള അപ്രൂവൽ നൽകിയത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞ 26 റഫേലിനകത്തിൽ 22 1 സീറ്ററും ബാക്കി 4 ട്രെയിനർ ജെറ്റ്സും ആയിരിക്കും. ഇത് നമ്മുടെ INS വിക്രാന്ത്, ഇന്ത്യയിൽ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച INS വിക്രാന്ത് എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് കാരിലായിരിക്കും ഇത് കൂടുതലും വിന്യസിക്കുന്നത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ INS വിക്രമാദിത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബേസിലോ ഒക്കെ ആയിരിക്കും ഇത് വിന്യസിക്കുന്നത് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ ഇത് INS വിക്രാന്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. ഇപ്പോൾ INS വിക്രാന്തിലും വിക്രമാദിത്യയിലും നമ്മളിപ്പം ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യയുടെ മിക്ക വിമാനങ്ങൾ ആണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ എയർക്രാഫ്റ്റുകളിൽ അല്ലെങ്കിൽ ഈ വിമാനവാഹിനികളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം റഫേലോട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി കൂടുകയും അതുപോലെ തന്നെ ചൈനയ്ക്കെതിരെ ശക്തമായുള്ളൊരു പ്രതിരോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പം നേവിയുടെ ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ 130 വാർഷിപ്സുകൾ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങൾ, 150ഓളം എയർക്രാഫ്റ്റുകൾ, അതുപോലെ തന്നെ 130 ഹെലികോപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു കമ്പാരിറ്റീവ്ലി മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് ചൈനയോ അല്ലെങ്കിൽ അമേരിക്കയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമേരിക്കയായിട്ട് നമുക്കൊരു കമ്പാരിസനും പറ്റത്തില്ല. അപ്പം ചൈനയായിട്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നേവി അല്പം സൈസിലുള്ള കുറവാണ്. ചൈന പോലും അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പാരിറ്റി അല്ലെങ്കിൽ ഒരു തുല്യത അല്ലെങ്കിൽ ഒരു നിയർ ടു അതിനടുത്ത് പോലും എത്തുവാനുള്ള സാധ്യത ഇതുവരെ ചൈനയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അമേരിക്ക നമുക്കറിയാം 7th ഫ്ലീറ്റ് എന്ന് പറയുന്ന വലിയൊരു സംവിധാനം, നേവൽ സംവിധാനമുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഫ്ലീറ്റിൻ്റെ സൈസ് പോലും ഇല്ല നമ്മളുടെ ഈ പറഞ്ഞ ഇത്രയും വാർഷിപ്പുകളും അല്ലെങ്കിൽ എയർക്രാഫ്റ്റുമെല്ലാം അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ. എന്നിരുന്നാലും നമ്മൾക്ക് തീർച്ചയായിട്ടും വളർന്നേ പറ്റത്തുള്ളൂ, അതിലേക്കുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 130 വാർഷിപ്പ്, 150 എയർക്രാഫ്റ്റ്, 130ഓളം ഹെലികോപ്റ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതോടൊപ്പം തന്നെ 63 ഷിപ്പ്, അതുപോലെ തന്നെ മറ്റ് വെസലുകളൊക്കെ, നേവൽ വെസലുകൾക്കൊക്കെയുള്ള കൺസ്ട്രക്ഷൻ നമ്മുടെ ഇന്ത്യയുടെ പല ഷിപ്പ്യാർഡിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 റഷ്യയിൽ നിന്ന് നമ്മൾ ഈ ഗൈഡഡ് മിസൈലുകളുള്ള ഫ്രിഗേറ്റ് ടൈപ്സ് ഷിപ്സുകൾ റഷ്യയിൽ നിന്ന് നമ്മൾ സ്വന്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 50,000 കോടി, ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന 26 റഫേലിന് 50,000-ഓളം കോടി രൂപ അല്ലെങ്കിൽ ഏകദേശം ഒരു 50 മുതൽ 65,000 കോടി രൂപയോളം അതിൻ്റെ കോസ്റ്റ് ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ 31 ഷിപ്പുകളിലെ വാർഷിപ്പുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഇനീഷ്യലായിട്ടുള്ള അപ്രൂവൽ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്.
അപ്പം നമുക്ക് ഒരു 155-160ഓളം ഷിപ്പുകളെങ്കിലും നമുക്ക് 2030 ഇന്ത്യൻ നേവിക്ക് ആവശ്യമായിട്ടുണ്ടാകും. അത്യാവശ്യം നമുക്കൊരു സ്ട്രൈക്കിംഗ് ഫോഴ്സ്, അതായത് ചൈനയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. അപ്പോൾ ചൈനയ്ക്കെതിരെ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു വശത്തുണ്ട്. പാകിസ്ഥാനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നേവൽ സ്ട്രെങ്ത് കൊണ്ടൊക്കെ നമുക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ചൈനയെ നമുക്ക് കൗണ്ടർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ചൈന ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നേവൽ സ്ട്രെങ്ത്, പിന്നെ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ എണ്ണം കൂടുന്നതിലും നമുക്ക് സബ്മറൈൻ കപ്പാസിറ്റി, സബ്മറൈൻ ഫോഴ്സിൻ്റെയൊക്കെ നമുക്ക് കൂടുതൽ എന്താണ് പറയുന്നത്, വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ 155-160ഓളം ഷിപ്പുകൾ നമുക്ക് 2030 മാത്രമേ നമുക്ക് ഇന്ത്യൻ നേവിക്ക് സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇന്ത്യയുടെ ഷിപ്പ്യാർഡിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷനെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കറിയാം ഇവിടെ വളരെ ഒരു സ്ലോ പ്രോസസ്സിലാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ വളരെയധികം കാലതാമസം എടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ 3 സ്കോർപിയൻ ക്ലാസ് എന്ന് പറയുന്ന സബ്മറൈൻസും നമ്മൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മാസഗൺ ഡോക്കിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ അടുത്ത 6 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ 3 തീർച്ചയായിട്ടും അതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യൻ നേവിക്ക് അത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതിന് ഏകദേശം ഒരു 36,000 കോടിയോളം രൂപ ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ചൈന പിന്നെ ഫോക്കസ്ഡാണ് നമ്മുടെ നേവൽ ഇന്ത്യൻ ഓഷനിൽ എസ്പെഷ്യലി. കാരണം വളരെ വാസ്റ്റായിട്ടുള്ളൊരു വാട്ടർ റീജിയനാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ പ്രസൻറ്റ് സെനാറിയോയിൽ ഇന്ത്യക്ക് മുൻതൂക്കം ഉണ്ടെങ്കിൽ തന്നെയും ചൈനയുടെ പിന്നെ ശക്തമായിട്ടുള്ള അറിയാലോ അവരുടെ പവർ പ്രൊജക്ഷനും അല്ലെങ്കിൽ അവരുടെ വളർച്ചയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ആശങ്ക വളർത്തുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചൈനയ്ക്കും 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യക്കും 2 എയർക്രാഫ്റ്റ് കാരിയർ, ഒന്ന് INS വിക്രാന്തും INS വിക്രമാദിത്യയും. INS വിക്രാന്ത് നമ്മൾ സ്വയം നിർമ്മിച്ചാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ. INS വിക്രമാദിത്യം നമ്മൾ റഷ്യയിൽ നിന്നും നമ്മൾ മേടിച്ചതാണ്. അപ്പോൾ ഈ 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നേവൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചൈനയ്ക്കും 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സേ ഉള്ളെന്നാണ് വ്യക്തമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ചൈന ആ 2 എയർക്രാഫ്റ്റ് കാരിയർ ഇപ്പോൾ സൗത്ത് ചൈന സീയിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം അമേരിക്കയായിട്ടുള്ള ടഗ് ഓഫ് വാർ, വടംവലി നമുക്കറിയാം. ആ പ്രദേശത്ത് നടക്കുന്ന വളരെ രൂക്ഷമായിട്ടുള്ള അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു എന്താണ് പറയുന്നത് മാരിടൈം ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷം അവിടെ നിൽക്കുന്നുണ്ട്. ചൈന തീർച്ചയായിട്ടും ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് സൗത്ത് ചൈന സീയിലാണ്. അപ്പം ഇന്ത്യക്ക് ഈ പറഞ്ഞ 2 എയർക്രാഫ്റ്റ് കാരിയർ ഞാൻ പറഞ്ഞു. റഷ്യയുടെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന റഷ്യയുടെ MiG-29K ഫൈറ്റർ എയർക്രാഫ്റ്റാണ് ഈ 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നേവൽ വേർഷനും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റഫേലും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് 4th ജനറേഷൻ ആണെങ്കിൽ തന്നെയും 5th ജനറേഷൻ്റെ ചില പിന്നെ എന്താണ് ഫീച്ചേഴ്സും സവിശേഷതകളൊക്കെ ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 റഫേലും തമ്മിൽ എയർഫോഴ്സിൻ്റെ 36 ഫ്രാൻസ് 2022 നമ്മളത് 56,000 കോടി രൂപയ്ക്കുള്ള നമ്മൾ വാങ്ങിച്ചാണ്. അപ്പോൾ ഈ 36 ഫ്രാൻസ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു 2022 ഡിസംബറോട് കൂടി. അപ്പോൾ അത് 2016 നമ്മൾ സൈൻ ചെയ്തായിരുന്നു ഫ്രാൻസുമായിട്ട്. അപ്പം 6 വർഷത്തെ കാലയളവിനുള്ളിൽ അത് മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം 2014, 15, 16 2 വർഷത്തിനുള്ളിൽ മോഡി ഗവൺമെൻറ് ഈ പറഞ്ഞ റഫേൽ വാങ്ങാൻ വേണ്ടിയുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയും 2022 കൂടി നമ്മൾക്ക് ഫുൾ പാക്കേജ് നമുക്ക് ഫ്രാൻസ് ഡെലിവറി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റഫേലിനൊപ്പം തന്നെ മറ്റൊരു കോമ്പറ്റീറ്റർ ആയിരുന്നു അമേരിക്കയുടെ ബോയിങ് FA-18 സൂപ്പർ ഹോർണറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഫ്രാൻസിൻ്റെ റഫേൽ മറൈൻ വേർഷൻ അല്ലെങ്കിൽ നേവൽ വേർഷൻ നമ്മൾ വാങ്ങിച്ചത്. അപ്പം ഇത് ഈ ഇന്ത്യൻ എയർഫോഴ്സ് അക്വയർ ചെയ്തിട്ടുള്ള റഫേലുമായിട്ട് നോക്കുവാണെങ്കിൽ അതിന് ചില കോമണാലിറ്റീസ് ഒക്കെ ഉണ്ട്. കാരണം ഈ 2 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ എയർ വേർഷൻ്റെയും അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ റഫേലും നേവൽ റഫേലും തമ്മിൽ നമുക്ക് സ്പെയർ മെയിൻ്റനൻസും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ കോസ്റ്റ് വളരെ കുറവായിരിക്കുന്നുള്ളതാണ്. പിന്നെ ഈ നേവിയുടെ എയർഫോഴ്സിൻ്റെയും ഈ പറഞ്ഞ സ്പെയർസ് 80% കോമൺ ആണ്. അപ്പം ഈ 2 വേർഷനിലും ഇതിൻ്റെ സ്പെയർസും അല്ലെങ്കിൽ പാർട്സും ഒക്കെ ഈ 80% കോമൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക്
ആ ഒരു ഏരിയയിൽ നമുക്കിത് വളരെയധികം അഡ്വാൻറ്റേജ് നൽകുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ എന്നാലും നേവൽ വേർഷൻ അല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ്. കാരണം സാധാരണ നമ്മൾ ഗ്രൗണ്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ സവിശേഷത ഫീച്ചേഴ്സ് വെച്ചിട്ട് ഒരു നേവൽ എയർക്രാഫ്റ്റിന് ആ സവിശേഷത ഫീച്ചേഴ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം മറ്റൊരു ടർഫാണ്, മറ്റൊരു തിയേറ്ററാണ്. തീർച്ചയായിട്ടും കൂടുതൽ സവിശേഷതകൾ അതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ അങ്ങനൊരു വേർഷൻ അല്ലെങ്കിൽ അങ്ങനൊരു ജെറ്റ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് നമുക്ക് നേവിയിലേക്ക് നമുക്ക് ഇൻഡക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അടുത്ത മാസത്തോടു കൂടി ഏകദേശം ഈ ഡീലിന് ഒരു സൈനിങ് അല്ലെങ്കിൽ ഈ കരാർ ഒപ്പിടുകയും അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ 26 റഫേൽ വിമാനങ്ങൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഫ്രാൻസ് അധികം സമയം നടക്കത്തില്ല. കാരണം എയർഫോഴ്സിന് 6 വർഷം എടുത്തെന്ന് തോന്നുന്നു. ഏകദേശം ആ കാലയളവിലൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും അവരിൽ നിന്ന് ഇതിൻ്റെ ഡെലിവറി നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മുടെ നേവിക്ക് ഇതൊരു ശക്തി പകരുന്ന ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും നമുക്ക് ചൈനയെ പ്രത്യേകിച്ച് പ്രധാനമായിട്ടും നമുക്ക് ചൈനയെ പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ ചൈനയെ നമുക്ക് ഇന്ത്യൻ ഓഷനിൽ അവർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സ്വാധീനത്തെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാനും നമ്മുടെ നേവിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതോട് നമുക്ക് സാധിക്കും എന്നുള്ളതിന് അതിയായ സംശയമൊന്നുമില്ല. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.